നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുടുംബത്തെ നന്നായി നോക്കാൻ പ്രവാസം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മിൽ പലരും. ഗൾഫ് രാഷ്ട്രങ്ങളെ എടുത്തു നോക്കിയാൽ പ്രവാസി ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇത്തരത്തിൽ തന്റെ കുടുംബത്തെ നോക്കാൻ എന്തും നേരിടാൻ തയ്യാറാവുകയാണ് നമ്മുടെ പ്രവാസികൾ. എന്നാൽ പലപ്പോഴും അവരെ തേടിയെത്തുകയോ അത്ര ശുഭകരമല്ലാത്ത വാർത്തകളും. ഏവരെയും നടുക്കി കൊച്ചിയിൽ 1.5 വയസ്സുകാരിയെ വെള്ളത്തിൽ മുക്കിക്കൊന്ന അമ്മൂമ്മയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. തന്റെ കുട്ടികളെ പൊന്നുപോലെ നോക്കാൻ അമ്മ ദുബായിൽ പോയി 3 മാസം തികയും മുന്നെയാണ് ഇത്തരത്തിൽ ഒരു വാർത്ത എത്തിയിരിക്കുന്നത്. കുട്ടിയുടെ അമ്മൂമ്മ സിപ്സിക്ക് വഴിവിട്ട ബന്ധമെന്ന റിപ്പോർട്ടുകളും ഇതിന് പിന്നാലെ പുറത്തു വരികയുണ്ടായി. പിതാവ് സജീവും അമ്മൂമ്മ സിപ്സിയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അമ്മൂമ്മയുടെ കാമുകൻ 1.5 വയസ്സുകാരിയെ വെള്ളത്തിൽ മുക്കിക്കൊന്നുവെന്നാണ് ചാനലുകളിൽ വന്നത്. ചിലതിലാകട്ടെ മുത്തശ്ശിയുടെ കാമുകൻ എന്നാണ്. ഇത് കണ്ട് മലയാളികൾ ഞെട്ടിയിട്ടുണ്ട്. അമ്മൂമ്മയ്ക്ക് വയസ്സാങ്കാലത്ത് എന്തിന്റെ കേടെന്നാണ് പലരും ചോദിക്കുന്നത് പോലും. എന്നാൽ ആ അമ്മൂമ്മയെ പിന്നീട് കണ്ടതോടെ എല്ലാം ബോധ്യമായി. എറണാകുളത്ത് കൊല്ലപ്പെട്ട നോറയുടെ പിതാവ് സജീവും അമ്മൂമ്മ സിപ്സിയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നാണ് പോലീസ് ഭാഷ്യം. ഒട്ടേറെ മോഷണ ലഹരി മരുന്ന് കേസുകളിലെ പ്രതികളാണ് ഇരുവരും. സിപ്സിക്ക് വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിലുള്ള അസംതൃപ്തി മൂലമാണ് താൻ സിപ്സിയുമായി അകന്നതെന്ന് കാമുകൻ ജോൺ ബിനോയ് ഡിക്രൂസ് മൊഴി കൊടുത്തിട്ടുണ്ട്. സിപ്സി കുട്ടികളെ തന്റെ ലഹരി മരുന്ന് ഇടപാടുകൾക്ക് മറയായാണ് ഉപയോഗിച്ചിരുന്നത്. അതിനാൽ തന്നെ ഇവരുടെ യാത്രകളിൽ കുട്ടികളെയും കൂടെ കൊണ്ടുപോകും. ഹോട്ടലുകളിൽ പലർക്കുമൊപ്പം റൂമെടുത്ത് താമസിക്കുമ്പോഴും കുട്ടികളെ ഒപ്പം കൂട്ടുന്നതായിരുന്നു ഇവരുടെ രീതി. കാണുന്നവർക്ക് സംശയം തോന്നാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. ഇവരുടെ നടപടികളെ എതിർത്തിരുന്ന കുട്ടികളുടെ മാതാവ് ഡിക്സി ഗത്യന്തരമില്ലാതെ ഭർത്താവുമൊത്തുള്ള ജീവിതം മതിയാക്കി സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ കുട്ടികളെ ഡിക്സിക്ക് വിട്ടുകൊടുത്തില്ല. ഇതേ തുടർന്നാണ് തർക്കം ഉടലെടുത്തത്. പിന്നീട് ഡിക്സി വിദേശത്തേക്ക് ജോലിക്ക് പോവുകയായിരുന്നു. നോറയുടെ അമ്മ ഡിക്സി 3 മാസം മുമ്പാണ് ദുബായിലെത്തിയത്. ദുബായിലെത്തി കഫറ്റേരിയയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നാട്ടിൽ അവധിക്ക് വരാനിരുന്നതാണ്. ഇതിനിടയിലാണ് കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ ലീവ് എടുത്തത്. ഇതിനു പിന്നാലെ ലീവും പോയി. എന്നാൽ അമ്മയെ തേടിയെത്തിയതോ കുഞ്ഞിന്റെ മരണവാർത്തയും. അങ്ങനെ നോറയുടെ അമ്മ ഡിക്സി മകളുടെ ചേതനയറ്റ ശരീരം കണ്ട് തളർന്നു വീണു. എനിക്ക് കിട്ടാതിരിക്കാൻ അവർ മനഃപൂർവ്വം കൊന്നതാണ് എൻ്റെ കുഞ്ഞിനെ. നാട്ടിലേക്ക് വന്നാൽ അവളെ കാണില്ലെന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ കൊന്നുകളയുമെന്ന് കരുതിയില്ല. കഴിഞ്ഞ 6-ന് നാട്ടിൽ വരാനിരുന്നതാണ്. എന്നാൽ കഫറ്റേരിയയിലൊപ്പം ജോലി നോക്കിയിരുന്ന ആൾ നാട്ടിൽ പോയതിനാൽ അവധി കിട്ടിയിരുന്നില്ല. വരാൻ പറ്റിയിരുന്നുവെങ്കിൽ എൻ്റെ മകൾക്ക് ഈ ഗതി വരുമായിരുന്നില്ല. കുട്ടികളെ നന്നായി നോക്കാനാണ് വിദേശ ജോലി തിരഞ്ഞെടുത്തതെന്ന് ഡിക്സി പറയുന്നു. കുട്ടികളുടെ സംരക്ഷണം സംബന്ധിച്ച് താൻ ശിശുക്ഷേമ സമിതിക്ക് പരാതി നൽകിയിട്ടും വേണ്ട ഗൗരവത്തിൽ അന്വേഷിച്ചില്ലെന്നാണ് ഡിക്സിയുടെ പരാതി. താൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഭർത്താവ് അറിഞ്ഞിരുന്നുവെന്നും ഭീഷണി സന്ദേശം അയച്ചിരുന്നുവെന്നും ഡിക്സി പറയുന്നു. വിദേശത്തായിരുന്നപ്പോൾ തന്റെ അമ്മ മേഴ്സിയോട് കുട്ടിയെ കിട്ടാനുള്ള വഴികൾ നോക്കാൻ പറഞ്ഞു. അമ്മ ശിശുക്ഷേമ സമിതിയിൽ പരാതിയും നൽകി. കുട്ടികളെ ഭർത്താവിന്റെ മാതാവ് ഹോട്ടലിലും മറ്റും കൊണ്ടു നടക്കുകയാണെന്നും കുട്ടികളെ കിട്ടണമെന്നും ശിശുക്ഷേമ സമിതി അറിയിച്ചിരുന്നു. എന്നാൽ അമ്മ വരാതെ കുട്ടിയെ വിട്ടുതരാനാവില്ലെന്ന നിലപാടാണ് സമിതി അധികൃതർ സ്വീകരിച്ചത്. കുഞ്ഞിനെ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ലെന്നും ഡിക്സി പറഞ്ഞു. കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ ജനപ്രതിനിധികളും ഇക്കാര്യം ചൈൽഡ് ലൈനിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നടപടികൾ വൈകിയതാണിപ്പോൾ നോറയുടെ മരണത്തിന് ഇടയാക്കിയത്. 1.5 വയസ്സുകാരുടെ കൊലപാതകം ആരും അറിയാതിരിക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ദൈവത്തിന്റെ ആ കൈ അവരെ കുടുക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.